പശ്ചിമേഷ്യയിൽ ഇതിനകം തന്നെ ഉഷ്ണതയിലായിരിക്കുന്ന സംഘർഷ സാഹചര്യത്തിൽ ഒരു പുതിയ വഴിത്തിരിവുകൂടി രൂപപ്പെടുകയാണ്. അമേരിക്കയ്ക്ക് സ്വന്തം സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിയ ബ്രിട്ടന്റെ തീരുമാനം ഇറാന്റെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. ഈ നീക്കം ബ്രിട്ടനെ നേരിട്ട് യുദ്ധത്തിന്റെ ചൂടിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നും ബ്രിട്ടീഷ് ജനങ്ങളുടെ സുരക്ഷ തന്നെ അപകടത്തിലാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടൻ ഇതിൽ കൂടുതൽ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ടത് അന്താരാഷ്ട്രതലത്തിൽ കൂടുതൽ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെക്കുകയാണ്. ബ്രിട്ടൻ സർക്കാർ ഡൗണിംഗ് സ്ട്രീറ്റിലൂടെ സ്ഥിരീകരിച്ചതനുസരിച്ച് അമേരിക്കൻ സേനയ്ക്ക് ഇനി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാനാകും. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ഭീഷണിയായ ഇറാനിയൻ മിസൈൽ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നതിനാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുന്നത്. ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ്. അതിനാൽ തന്നെ ഇവിടെയുണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെപ്പോലും ബാധിക്കാവുന്ന തരത്തിലായിരിക്കും. ഇതോടെ ബ്രിട്ടൻ ഒരു നിഷ്പക്ഷ നിലപാടിൽ നിന്ന് പൂർണ്ണമായും മാറി അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളുടെ ഭാഗമാകുകയാണോ എന്ന ചോദ്യമാണുയരുന്നത്. ബ്രിട്ടന്റെ ഈ നീക്കം ഒരു പ്രതിരോധ നടപടിയാണെന്നും കൂട്ടായ സ്വയംരക്ഷയുടെ ഭാഗമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു തുറന്ന യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രതികരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ജനങ്ങൾ അമേരിക്ക-ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. യുകെയുടെ ഈ തീരുമാനം അവരുടെ സ്വന്തം പൗരന്മാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ തന്റെ സ്വയം പ്രതിരോധാവകാശം പൂർണ്ണമായും ഉപയോഗിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ഡീഗോ ഗാർസിയയിലെ അമേരിക്ക-ബ്രിട്ടൻ സംയുക്ത സൈനിക താവളത്തിലേക്ക് ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ്. എങ്കിലും ഈ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്ന സൂചനയായി. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. യുകെയുടെ തീരുമാനം വൈകിയതിൽ താൻ അല്പം ആശ്ചര്യപ്പെട്ടു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ലണ്ടൻ ഇതിലും വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിൽ നിന്നും കൂടുതൽ സജീവ പിന്തുണ പ്രതീക്ഷിക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ബ്രിട്ടന്റെ ഇടപെടൽ ഈ സംഘർഷത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തിൽ നിന്ന് ആഗോള പ്രതിസന്ധിയിലേക്ക് ഉയർത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഓരോ നീക്കവും ഇനി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് ഈ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗവും ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നു. അതിനാൽ തന്നെ ഇവിടെയുണ്ടാകുന്ന ചെറിയ അസ്ഥിരത പോലും എണ്ണവില ഉയരാൻ കാരണമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥയെ ബാധിക്കും. ബ്രിട്ടൻ സർക്കാർ ഈ നീക്കത്തെ ഒരു പ്രതിരോധ നടപടിയായി ചിത്രീകരിച്ചാലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സംഘർഷം ഇനി എവിടേക്ക് നീങ്ങുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഒടുവിൽ ഈ സംഭവവികാസങ്ങൾ ഒരു വലിയ സത്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കാം. നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കുള്ള സാധ്യതകൾ ഇപ്പോഴും തുറന്നുകിടക്കുന്നു. എന്നാൽ ശക്തിപ്രകടനങ്ങൾ തുടർന്നാൽ സ്ഥിതി നിയന്ത്രണാതീതമാകാൻ അധിക സമയം വേണ്ടിവരില്ല.